ഈ ആളുകളുടെ ഒരു മോറൽ സ്ട്രക്ചർ, ഇപ്പൊ നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ഒരു മോറൽ സ്ട്രക്ചറിങ് നിനക്ക് തരാൻ വേണ്ടി കഥകൾ ഉപയോഗിക്കാറുണ്ട്. മതം യൂസ് ചെയ്തിട്ടുണ്ട് വലിയൊരു ശതമാനം. അപ്പൊ അന്ന് ഈ മതം യൂസ് ചെയ്ത് കൊന്നതിന്റെ പകുതിയുടെ പകുതി പോലും സിനിമയുടെ ഇൻഫ്ലുവൻസ് ഇല്ല. ഇത്രയും വലിയ മീഡിയ ആയിട്ട് പോലും അന്ന്. അപ്പൊ അതിലും പവർഫുൾ ഒരു മീഡിയ ആണ് ഈ റിലിജൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതം ഉപയോഗിച്ച്. ഇപ്പം യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ മതം അല്ലെങ്കിൽ രാജ്യം രാഷ്ട്രീയം ഇതൊക്കെ ഐഡിയോളജീസ് ആണ്, എല്ലാത്തരം ഐഡിയോളജീസിനും. അപ്പം ഇന്ന് സിനിമ യൂസ് ചെയ്തു അതേ ഐഡിയോളജി നമ്മൾ പുഷ് ചെയ്യുന്നതിനാണ് ഈ മറ്റേ പ്രൊപ്പഗാൻഡ ഫിലിംസ് എന്ന് പറയുന്നത്. അതായത് എന്റെ ഐഡിയ ഞാൻ വളരെ പോസിറ്റീവായിട്ട് നിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാണ്, നിനക്കത് കാണുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ പറയുന്ന ലാസ്റ്റ് ഇറങ്ങിയ ചാവ എന്ന പടത്തിന്റെ റിവ്യൂ അല്ല, നമ്മളൊരു ഡിസ്കഷൻ നടത്തി. അതിനകത്തും നമ്മൾ പൊതുവെ നമ്മൾ ഡിസ്കഷനിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ ചാവ ബേസിക്കലി ഒരു പ്രൊപ്പഗാൻഡ ഫിലിമാണ്. എന്നെ സംബന്ധിച്ച് അതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അത് ഏത് ഐഡിയോളജിയാണ് അത് പുഷ് ചെയ്യുന്നത്, എത്രത്തോളം ഇത് ആർക്കുള്ളതാണെന്ന് എനിക്കറിയാം. ഞാൻ അതിനെ അത് തെറ്റ്, അത് അങ്ങനെ ഒരു സിനിമ എടുക്കരുത് എന്ന ലൈനിൽ വേണം എനിക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ഇതൊരു ഇന്ത്യ മുഴുവൻ റിലീസ് ചെയ്ത് 500-600 കോടി കളക്ട് ചെയ്ത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനൊരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതാണ് ഡേഞ്ചർ എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെ ഒരു പടം ഇറങ്ങരുത് എന്ന് ഞാൻ അവകാശപ്പെടുകയോ ഇല്ല. അപ്പൊ നമുക്കൊരു ഇച്ചിരി വിവേചന ബുദ്ധിയുള്ള ഒരു ഓഡിയൻസ് ആണെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുമോ ഇത്